തൃശൂർ പാലപ്പള്ളിയിൽ കാട്ടാന മാലിന്യക്കുഴിയിൽ വീണു. പുലർച്ചെ 6 മണിയോടെയാണ് സംഭവം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തലകീഴായി കിടക്കുന്ന ആനയെ തിരികെ കയറ്റാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നു. ആനന്ദ് പുതൂരുണ്ട്. ആനന്ദ്, കുഴിയിൽ വീണ ആനയെ കയറ്റാനുള്ള ശ്രമം ഇതുവരെയായി? ഇനി എന്തായാലും ഈ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് സംഭവം. ഒരാൾ താമസമില്ലാത്ത വീട്ടിലെ മാലിന്യക്കുഴിയിലാണ് ആന വീണത്. ഈ ആന വീഴുന്നപ്പോൾ തന്നെ ഒരു തലകീഴായിട്ടാണ് കിടന്നത്. അതുകൊണ്ട് തന്നെ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങളിൽ അല്പം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പാലപ്പള്ളിയിലാണ് ഇന്ന് രാവിലെ സംഭവിച്ചത്. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. JCB ഉപയോഗിച്ച് കുഴിയുടെ വീതി കൂട്ടാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഈ JCB ഉപയോഗിച്ച് കുഴിയുടെ വീതി കൂട്ടിക്കൊണ്ട് ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രമം പരാജയപ്പെടുകയാണെങ്കിൽ ഈ ക്രെയിൻ ഉപയോഗിച്ച് രക്ഷപ്പെടുത്താനും ആലോചിക്കുന്നുണ്ട്. രജനി, ആനന്ദ്, ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ അതൊരു ചെറിയൊരു കുഴിയാണ്, പക്ഷേ കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ ആന അവശ നിലയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും, അതായത് ഈ താമസമില്ലാത്തൊരു സ്ഥലമാണത്. ആ സ്ഥലത്തുള്ള വീട്ടിലെ ഒരു മാലിന്യ കുഴിയാണ്. അത് വളരെ ചെറിയ കുഴിയാണ്. ആന രാത്രിയിൽ സഞ്ചരിക്കുന്നതിനിടയിൽ ഈ കുഴിയിൽ വീണതാകും എന്ന് തന്നെയാണ് ഒരു നിഗമനം. എന്തായാലും ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഈ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ കുഴിയുടെ, അതായത് ഈ ചെറിയ കുഴിയുടെ വീതി കൂട്ടിക്കൊണ്ട് അത്തരത്തിൽ ഒരു നിരപ്പാക്കി ആനയെ പതിയെ വഴിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആ ശ്രമം പരാജയപ്പെടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ആന രാവിലെ 6 മണിക്ക് വീണതാണ്, പരിക്കുകളെ കുറിച്ചൊന്നും കൃത്യമായി അറിയാൻ സാധിച്ചിട്ടില്ല. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് വടം ഉപയോഗിച്ച് ആനയെ പൊക്കി കുഴിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ആലോചനകൾ എന്തായാലും നടക്കുന്നുണ്ട്. ശരി, എന്തായാലും തൃശൂർ പാലപ്പള്ളിയിൽ കാട്ടാന മാലിന്യക്കുഴിയിൽ വീണിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം ഉണ്ടായത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനയെ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്.